ഹലോ ഫ്രണ്ട്സ്, RSK ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ന്യൂസിനെ കുറിച്ച് സംസാരിക്കുവാനാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം വന്നിരിക്കുന്നു. 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ടിക്ടോക്കും മറ്റ് ചൈനീസ് ആപ്പുകളും ഉപയോഗിക്കുന്നതിലൂടെ ജനതയുടെ ഡാറ്റ ചൈനീസ് കമ്പനികൾ ചോർത്തുന്നു എന്ന രീതിയിലുള്ള കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക്. അത് നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു കുറെ ആപ്പുകളും നിരോധിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഷെറൈറ്റ്, UC ബ്രൗസർ, CM ബ്രൗസർ, WeChat, ഹെലോ, Likee, നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്കാനർ പോലുള്ള ഡോക്യുമെന്റ് സ്കാൻ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനും നിരോധിച്ചിട്ടുണ്ട്. പിന്നെ പലരും 2 വാട്സാപ്പ് യൂസ് ചെയ്യുന്നതിനായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നതിനായൊക്കെ പാരലൽ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ പാരലൽ സ്പേസും ഈ ആപ്ലിക്കേഷനുകളോടൊപ്പം നിരോധിച്ചിരിക്കുകയാണ്. പാരലൽ സ്പേസ് എന്ന ആപ്ലിക്കേഷന് പകരമായി അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് 2 ഉപയോഗിക്കുന്നതിനാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്സാപ്പ് ബിസിനസ് പോലുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫയൽ മാനേജിങ്ങിനായി പലരും യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് EX ഫയൽ എക്സ്പ്ലോറർ. അതിനു പകരമായി നിങ്ങൾക്ക് ഗൂഗിളിന്റെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ത്യ ബാൻ ചെയ്ത ആപ്പുകളുടെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും തന്നെ ബാൻ ചെയ്ത ആപ്സ് ഏതെങ്കിലും VPN യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിയമലംഘനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.